ശബരിമലയിൽ കൂടുതൽ നീക്കങ്ങൾക്ക് മുതിരുകയാണ് സർക്കാർ. ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയങ്ങൾ എങ്ങനെയാണ് സംഘപരിവാർ അനുകൂല ചാനലിനും ചോരുന്നത് എന്ന് സർക്കാരിന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും യുവതികളെ ഒന്നും തന്നെ പ്രവേശിപ്പിക്കാൻ കഴിയാത്ത ഒരു സമയമുണ്ടായിരുന്നു സർക്കാരിന്. ഇതെല്ലാം അവഗണിച്ചാണ് സർക്കാർ ജനുവരി 1-ന് വനിതാ മതിൽ നടത്തി ജനുവരി 2-ന് യുവതികളെ അവിടെ പ്രവേശിപ്പിച്ചത്. അതേസമയം സംഘപരിവാറിന് വിവരങ്ങൾ ചോർത്തി നൽകുന്നത് ശബരിമല ഡ്യൂട്ടിക്കുള്ള പോലീസ് ഓഫീസർമാർ തന്നെയാണെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിഗമനം. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വിശ്വസ്തരായ പോലീസ് ഓഫീസർമാരെയും മറ്റ് ഡ്യൂട്ടിക്ക് തങ്ങൾക്ക് വിശ്വസ്തരായ ആൾക്കാരെയും നിയോഗിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. യുവതീ പ്രവേശനത്തിലുള്ള തയ്യാറെടുപ്പുകൾ സംഘപരിവാറിന് ചോർത്തിയെന്ന സംശയത്തെ തുടർന്ന് ശബരിമല ഡ്യൂട്ടി ഏറ്റവും വിശ്വസ്തരായ ഓഫീസർമാർക്കും പോലീസുകാർക്കും മാത്രമായി ചുരുക്കിയതായി വിവരം. നിരവധി ശ്രമങ്ങൾ പൊളിഞ്ഞ ശേഷം പുതുവർഷ പിറ്റേന്ന് യുവതികളെ കയറ്റാൻ വ്യക്തമായ ആസൂത്രണം നടത്തിയ വേളയിൽ തന്നെ വിശ്വസ്തർ ചുമതല ഏറ്റെടുത്തിരുന്നു. ഇത് മകരവിളക്ക് വരെ തുടരുമെന്നും ഇപ്പോൾ സൂചനകളുണ്ട്. യുവതികൾ പ്രവേശനത്തിന് ശ്രമിച്ചാൽ മകരവിളക്ക് കാലത്ത് സംഘപരിവാർ സന്നിധാനത്ത് അസാധാരണ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചേക്കുമെന്ന സംശയങ്ങളെ തുടർന്ന് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. സംഘപരിവാറിനായി വിവരങ്ങൾ ചോർത്തിയിരുന്ന പോലീസിലെ ചിലരിലും ദേവസ്വം ജീവനക്കാരിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ യുവതീ പ്രവേശനത്തിനായി തിരഞ്ഞെടുത്ത ദിവസം പോലീസ് തന്നെ ചില തെറ്റായ പദ്ധതികൾ ഇക്കൂട്ടരുടെ ചെവിയിൽ എത്തിച്ചിരുന്നതായും വിവരമുണ്ട്. അതേസമയം ഇനി യുവതികൾ എത്തുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കാനും തടയാനും സംഘപരിവാറും സ്വന്തം നിലയിൽ രഹസ്യ വിവരശേഖരണം ആരംഭിച്ചതായും സൂചനകളുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.